അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മഹാന്മാർ, പ്രിയപ്പെട്ട മഹബീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുനിയാവിൻ്റെ വിജയം, നമ്മുടെ ദുനിയവിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മേഖലകളുണ്ട് അതിലൊക്കെയുള്ള വിജയം, നമ്മുടെ മക്കളിൽ വിജയം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാര്യമാരിൽ വലിയ ബറക്കത്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പെറ്റ് പോറ്റിയ ഉമ്മയിലും ബാപ്പയിലും വലിയ ഖൈർ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീടിൽ വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് നമ്മൾ ആശ വെക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പോരാ, ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരു സാദാത്തുക്കളുടെ മരണങ്ങൾ, അതൊക്കെ നമുക്ക് വലിയ ഇബറത്താണ്. മഹാനായ സയ്യിദുനാ മുർഷിദുന താജുൽ ഉലമ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനും നമ്മുടെ ആത്മീയ നേതൃത്വവുമായ സയ്യിദ് ഖുറത്തു സാദാത്ത് തങ്ങളുടെ വഫാത്ത്, അത് നമുക്ക് വലിയ പാഠമാണ്. എൻ്റെ നാട്ടുകാരനായ കിന്നത്തെ ഒരു അലവി തങ്ങളുണ്ട്. അദ്ദേഹം ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയി. മരണപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഉണ്ടാക്കിയ സുന്നി സെന്ററിലുള്ള മജ്ലിസിൽ മഗ്രിബിന് അദ്ദേഹം വന്ന് 500 ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് അദ്ദേഹം ഉറക്ക ശബ്ദത്തിൽ ചൊല്ലി യാസീൻ ഓതി ശേഷം ദുആ ചെയ്യുമ്പോൾ അവിടുന്ന് മരണപ്പെട്ടു, അതേ സദസ്സിൽ തന്നെ. ഇതൊക്കെ നമുക്ക് വലിയ ഇബറത്താണ്. അങ്ങനെയുള്ള ഒരു മരണം ലഭിക്കാൻ ശേഷം ഖബറിൽ നമുക്ക് ആരുമില്ല, ആ ഖബറിൽ ഒറ്റക്ക് കിടക്കുകയാണ്. ഇന്ന് എല്ലാവരും ഉണ്ട്. ഇന്ന് ഞങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാനും സ്വാഗതം പറയാനും നമുക്ക് ആശംസകൾ അർപ്പിക്കാനും നമുക്ക് സൗകര്യം ചെയ്യാനും ഒക്കെ ആളുകളുണ്ട്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബറാകുന്ന വീട്ടിൽ കിടക്കുമ്പോൾ ആരും നമുക്ക് ഇല്ലല്ലോ. ഉമ്മ അവിടെ ഇല്ല, ബാപ്പ ഇല്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, ബന്ധപ്പെട്ട ആരുമില്ല. ആ ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ നമുക്ക് വേണം. അതിനുശേഷം നീണ്ട ജീവിതം നമുക്ക് കാവലായി, അത്താണിയായി, അഭയമായി, മൽജആയി, മഞ്ചആയി നമുക്ക് വേണം. വേണ്ടത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. فكن غناي وكن غناي الذي ما بعده فلس فكن فكاكي من أغلال عصياني. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മൾ ബേജാറാകുമ്പോൾ വേണ്ടത്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും കൂടുതൽ സന്തോഷം ലഭിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തത് സ്വഹാബത്തിനാണ്. ഞാൻ നീട്ടുന്നില്ല. ആ സ്വഹാബത്താണ് ലോകത്തിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യമുള്ളവർ. അവരെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ലോകത്ത് ഇല്ല. ആ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅദ് കേൾക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്, തങ്ങൾ ഞങ്ങൾക്കുണ്ടല്ലോ, ജീവിതത്തിൽ തങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങളെ കൂടെ തങ്ങൾ ഉണ്ടല്ലോ, ഉണ്ടാകുമല്ലോ. തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്, എന്തിനാണ് പഠിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു. ഉടനെ സ്വഹാബത്തിന്റെ ചോദ്യം, മരിക്കുമ്പോൾ സക്കറാത്തിന്റെ ഹാലിൽ തങ്ങൾ ഉണ്ടാകുമല്ലോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഉണ്ടാകും, എന്തിനാണ് പേടിക്കുന്നത്? ശേഷം പറഞ്ഞു, ഖബറിൽ തങ്ങൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാകും, എന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ മുതഅല്ലിമീങ്ങളായ, എൻ്റെ ശിഷ്യന്മാരായ, എൻ്റെ അനുയായികളായ, എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, എന്തിനാണ് പേടിക്കുന്നത്? ഉടനെ സ്വഹാബത്തിന്റെ ചോദ്യം, അപ്പുറം മഹ്ശറയിൽ, ഇപ്പുറം വിചാരണ നടക്കുന്ന സമയത്ത്, അപ്പുറം കിതാബ് വിതരണം ചെയ്യപ്പെടുന്ന സമയം, അപ്പുറം ഹിസാബ് നടത്തുന്ന സമയം, അപ്പുറം സിറാത്ത് പാലം, അതൊക്കെ വലിയ ബേജാറുള്ള വിഷയമാണല്ലോ. അവിടെയൊക്കെ തങ്ങൾ ഉണ്ടാകുമല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്, ഞാൻ നിങ്ങളുടെ മുഴുവൻ മേഖലകളിലും ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് കണ്ണു നിറഞ്ഞു സന്തോഷത്തോടുകൂടെ. അപ്പോഴാണ് സദസ്സിന്റെ മൂലയിൽ നിന്നൊരു ചോദ്യം വരുന്നത്, നബിയെ, ഓക്കെ, തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷമായി, തങ്ങൾ ഉണ്ടാകുമല്ലോ ഞങ്ങൾക്ക്, അത് മതി. മദീനയിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. എങ്കിൽ തങ്ങളുടെ കാലത്തിന്റെ ശേഷം, തങ്ങളുടെ ഭൗതിക ലോകകാലത്തിന്റെ ശേഷം, തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ജീവിക്കുന്ന
ജനിക്കുന്ന വളരുന്ന ഉയർന്നു വരുന്ന ഉമ്മത്തിന് ആരാണ് ഉള്ളത്? അവർക്കും ഇങ്ങനെ ഒരു ആശ ഉണ്ടാകില്ലേ നബിയെ? അവർക്കും ഇങ്ങനെ മരിക്കുന്ന സമയത്ത് തങ്ങൾ ഉണ്ടാകണമെന്ന്, ഖബറിൽ തങ്ങളുടെ നോട്ടം ഉണ്ടാകണമെന്ന്, പാരത്രിക ലോകത്ത് തങ്ങളുടെ ഒരു അഭയം ഉണ്ടാകണമെന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ നബിയെ എന്ന് ചോദിക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള മഹത്തുക്കളായ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് സന്തോഷത്തിന്റെ മറുപടി പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബേജാറാവേണ്ടതില്ല, നിങ്ങൾക്ക് തൊണാകുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ ഏത് രൂപത്തിൽ കാവലുണ്ട് അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് എന്റെ വഫാത്തിന്റെ ശേഷം ഉണ്ട് ഒരു വിഭാഗം. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളാണ് സ്വർഗ്ഗത്തിന്റെ രാജകുമാരന്മാർ. ഒന്ന് അൽ ഹസന, ഒന്ന് വൽ ഹുസൈൻ. ഹസനിലൂടെയാണ് പരമ്പരകൾ പിന്നീട് വരുന്നത്, ഹുസൈനിലൂടെയാണ് പരമ്പര വരുന്നത്. ചില മഹാന്മാർ പറഞ്ഞു ഫാത്തിമത്തു സഹ്റായിന് ഒരു മകളുണ്ട് സൈനബ, ആ സൈനബയിലൂടെയാണ് പരമ്പര വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മഹാന്മാരും എല്ലാ അഖ്താബികളും ഒന്നിക്കൽ ഹസനി പരമ്പരയിലൂടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹുസൈനി പരമ്പരയിലൂടെയാണ് വരുന്നത്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഹസനിയ വൽ ഹുസനിയ കുന്ത മഅ അബംബ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയല്ല, അവിടുത്തെ പരമ്പര ഹസനിലൂടെയും ഉണ്ട്, ഹുസൈനിലൂടെയും ഉണ്ട്. ഏതായാലും ആ പരമ്പരയിലൂടെ വന്ന പരമ്പര സന്താനങ്ങളാകുന്ന മക്കൾ അഹ്ലുബൈത്ത്, മുത്തുനബിയുടെ മക്കൾ, മുത്തുനബിയുടെ പേരമക്കൾ, മുത്തുനബിയുടെ അഹ്ലുബൈത്താകുന്ന ആ പുള്ളിമാർ, അവർ നിങ്ങൾക്കുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, വലിയ മഹത്വമുള്ള കറമുള്ള അഭിവന്യരായ മർഹൂം സയ്യിദുനാ വ മുർഷിദുനാ സയ്യിദ് അബീകുട്ടി തങ്ങൾ കിഴക്കേപ്പുറം, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ മക്കളാകുന്ന ആറ്റക്കോയ തങ്ങളും അവിടുത്തെ പേരക്കുട്ടിയാകുന്ന മുസ്താഖുർ റഹ്മാൻ തങ്ങളും മറ്റ് അഹ്ലു ബൈത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കളുമുള്ള ഈ സദസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരുമില്ലാത്ത സമയത്തും, നമ്മെ കൈവടിയുന്ന സമയത്തും, നമ്മൾ പരാജയപ്പെടുന്ന സമയത്തും നമ്മൾക്കുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബങ്ങളുമായുള്ള ബന്ധം നമ്മൾ പുലർത്തുക, അവരോടുള്ള മഹബ്ബത്ത് പുലർത്തുക. ഒറ്റൊരു വാക്ക് ഞാൻ പറയുന്നു, കൂടുതലൊന്നും നീട്ടുന്നില്ല. നമ്മുടെ എല്ലാ വീടുകളിലും മഹാനായ ചട്ടക്കല്ല് തങ്ങളെ ഈ വീട്ടിലും ഉണ്ടാകും. ഫ്രെയിം ചെയ്തിട്ട് ബദരീങ്ങളെ പേര് നമ്മൾ കാണും. ഒറ്റൊരു വാക്ക്, വേറൊന്നും നീട്ടുന്നില്ല. ബദരീങ്ങളെ പേര് എല്ലാ വീടുകളിലും ഉണ്ട്. എന്തിനാണ് ബദരീങ്ങളെ പേര് വെക്കുന്നത്? അശ്അരിയ സഖാഫിയാകുന്ന എന്റെ വീട്ടിലുണ്ട്, ഇവിടുത്തെ കർക്കി തങ്ങളെ വീട്ടിലുണ്ട്, മദക്ക തങ്ങളെ വീട്ടിലുണ്ട്, സയ്യിദ് ആമിർ തങ്ങളെ വീട്ടിലുണ്ട്, മറ്റ് മഹത്തുക്കളായ സാദാത്തുക്കളുടെ വീടുകളിലുണ്ട്. എന്തിനാണ് ആ പേര് വെക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ച അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ പേര് വെക്കുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരിലൊക്കെ വലിയ കാവല് വേണം. ആ കാവല് എൻ്റെ അമല് കൊണ്ട്, എൻ്റെ നിസ്കാരം കൊണ്ട്, എൻ്റെ നോമ്പ് കൊണ്ട്, എൻ്റെ ഓത്തുകൊണ്ട്, എൻ്റെ ചെല്ലുകൊണ്ട്, എൻ്റെ സ്വലാത്ത് കൊണ്ട്, അതൊന്നും എൻ്റെ വീടുകളിൽ ഒരു പ്രൊട്ടക്ഷനായി കിട്ടാൻ ഒരിക്കലും എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് മഹാന്മാരായ അസ്മാഉൽ ബദർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എൻ്റെ വീട്ടിൽ വെച്ചാൽ മിൻ കുല്ലി ആഫാത്തിൻ ബലാലാത്തിൻ മുസീബാത്തിൻ ഗലാ അൻത ഹമിയന്നാ യാ അല്ലാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങളെ ബർക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മുഴുവനും സമർപ്പിച്ച അഹ്ലു ബദർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എൻ്റെ വീട്ടിൽ വെച്ചാൽ അത് എൻ്റെ വീട്ടിലെത്തി, എൻ്റെ വീടുകളിൽ നാശങ്ങൾ വരുന്നതിൽ നിന്ന്, എൻ്റെ വീടുകളിൽ ആഫത്ത് ബലാ മുസീബ
മുസീബത്ത് വരുന്നതിൽ നിന്ന്, എൻ്റെ ഉമ്മ ബാപ്പ ഭാര്യ മക്കൾക്ക് വിഷമങ്ങളും രോഗങ്ങളും വരുന്നതിൽ നിന്ന് കാവലാണെന്ന് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ആ പേര് വെക്കുന്നത്. ഞാൻ ഒറ്റ സെക്കൻഡ് നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ആ ബദരിയത്ത് നിങ്ങളെ വീട്ടിൽ ഉണ്ടല്ലോ. ആ ബദരിയത്ത് നിങ്ങൾ ഇന്ന് പോയി നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ അശറത്തുൽ മുബശ്ശിരീൻ അടക്കമുള്ള മറ്റ് സ്വഹാബത്തിന്റെ പേരിന്റെ കൂടെ, ബദരീങ്ങളെ പേരിന്റെ കൂടെ ഒരു പേര് കാണാം. ആ പേര് ഖിത്മീർ എന്നതാണ്. ആ പേര്, ആ ഖിത്മീർ എന്ന പേര് അണ്ടർലൈനായി ബദരിയത്തിലുണ്ട്. ഈ ഖിത്മീർ എന്ന് പറയുന്ന പേരുള്ള ആള് ആരാണ്? അദ്ദേഹം സ്വഹാബത്തല്ല, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളല്ല, അദ്ദേഹം ബദറിൽ വന്ന മലായിക്കത്തിൽപ്പെട്ട ആളല്ല, അദ്ദേഹം ഏതെങ്കിലും ഔലിയാക്കളിൽപ്പെട്ട ആളല്ല, അദ്ദേഹം ഏതെങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല. വേണ്ട, അദ്ദേഹം ഒരു മോമിനായ ആളും പോലുമല്ല. വേണ്ട, ഖിത്മീർ എന്ന് പറയുന്നവര് ഒരു മനുഷ്യൻ പോലുമല്ല. മറിച്ച് മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിന്റെ കൂടെ ഖിത്മീർ എന്ന് പറയുന്ന പേര് ഞാനും നിങ്ങളും എൻ്റെ പൊരന്റെ കാവലിന് വെക്കുന്ന ഖിത്മീർ എന്ന പേര്, അത് ആരുടെ പേരാണ്? അത് 4 കാലുള്ള ഒരു വാലുള്ള ഇമാം ശാഫിഈ തങ്ങളുടെ മദ്ഹബാകുന്ന നമ്മുടെ മദ്ഹബിൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ഒരു നായിയുടെ പേരാണ് ഖിത്മീർ എന്ന പേര്. ഒരു നായിയുടെ പേരാണ് ഖിത്മീർ എന്ന പേര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കൂടെ ആ പേര് വരാനുള്ള കാരണം എന്താണ്? ആ നായക്കൊരു പ്രത്യേകത ഉണ്ട്, ആ നായക്കൊരു ക്വാളിഫൈഡ് ഉണ്ട്. എന്താണ് ആ നായക്ക് പ്രത്യേകത? ഒരുപാട് നിസ്കാരം നിസ്കരിച്ച ഒരു നായയല്ലല്ലോ, ഒരുപാട് നോമ്പ് നോറ്റിയ നായയല്ലല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ പതിവാക്കിയ നായയല്ലല്ലോ. മറിച്ച് ഒരു കാലഘട്ടത്തിൽ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന മഹാന്മാരുടെ കൂടെ നിന്നിട്ട് അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന ആ മഹാന്മാരുടെ കൂടെ അങ്ങനെ വന്നപ്പോ, അവരുടെ പിന്നാലെ വന്നപ്പോ, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹ് സ്നേഹം വെച്ചവരല്ലേ നിങ്ങള്, അല്ലാഹ് മഹബ്ബത്ത് വെച്ചവരല്ലേ നിങ്ങള്, ഞാനും മഹബ്ബത്ത് വെക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ വന്നപ്പോ വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും, സൂറത്തുൽ കഹ്ഫിൽ കാണാം. വയഖൂലൂന സബ്അത്തുൻ, 7 അസ്ഹാബുൽ കഹ്ഫിലുള്ള മഹാന്മാര് പറഞ്ഞു. വസാമിനുഹും, 8ാമത്തെ മഹാന്മാർ ആരാണ്? കൽബുഹും, അത് നായയാണ്. ആ നായക്കല്ല അങ്ങനെ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചട്ടക്കല്ല് എന്ന് പറയുന്ന അഭിവന്ദരായ മുസ്താഖുർ റഹ്മാൻ തങ്ങള് ഇവിടെ ജലാലിയ റാത്തീബിലൂടെ, ഇവിടെ ആത്മീയ വേദികളിലൂടെ, ഇവിടെ വൈജ്ഞാനിക മേഖലയിലൂടെ ഇവിടെ നേതൃത്വം നൽകുകയാണ്. അവര് മുഖേന ഈ നാട്ടിലുള്ള ചട്ടക്കല്ലിലുള്ളവർ മാത്രമല്ലല്ലോ, കുക്കാജയിലുള്ളവർ മാത്രമല്ലല്ലോ, മഞ്ചിയിലുള്ളവർ മാത്രമല്ലല്ലോ, സജുപ്പയിലും BC റോഡും അതുപോലെ മുടിപ്പിലുള്ളവരും മാത്രമല്ലല്ലോ. എത്ര ബാല്യക്കാരാണ് മഖാമുകളിലേക്ക് സിയാറത്തിന് പോകുന്നത്, ഔലിയാക്കളുടെ മഖാമുകളിലേക്ക് പോകുന്നത്. ആത്മീയമായ ഒരുപാട് ചെറുപ്പക്കാർ അവർ മുഖേന വളർന്നു വരികയാണ്. അങ്ങനെയുള്ള മഹാന്മാരായ സയ്യിദ് മുസ്താഖുർ റഹ്മാൻ തങ്ങളുടെ ഉപ്പാപ്പയായ വലിയ മഹത്വമുള്ള മഹാന്മാരായ സാദാത്തുക്കളെ മഹബത്ത് വെച്ചിട്ടാണ് ഈ സൗകര്യങ്ങൾ കുറഞ്ഞ ഈ സ്ഥലത്ത് നിന്നിട്ടും തിങ്ങിയിട്ടും ഇവിടെ നിൽക്കുമ്പോ ആ നായക്കല്ല സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ നായക്കല്ല ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ നായക്കല്ല പ്രത്യേകത കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, എനിക്കും നിങ്ങൾക്കും വിജയത്തിന്റെ ആധാരം അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. അല്ലാഹു നമുക്ക് അതിന് കാരണമായി, അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ച കാരണമായി അവിടുത്തെ ഉപ്പാപ്പമാരോടുകൂടെ സ്വർഗം കിട്ടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.